അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇന്നലെ പ്രത്യേകിച്ച് ഞങ്ങൾ പിന്നെ വെയിൽ വാച്ചിങ് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവിടുത്തെ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ ആണെങ്കിലും ഞങ്ങൾ ആ ക്യാമ്പ് സൈറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. ഭയങ്കര മഴ. ആ മഴയത്തിടയ്ക്കാണ് ഞങ്ങൾ ടെൻറ്റൊക്കെ പാക്ക് ചെയ്തത്, ടെൻറ്റ് എയർബെഡൊക്കെ പാക്ക് ചെയ്തത് ആ മഴയ്ക്ക് ഇടയ്ക്കാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് കിച്ചണിലെത്തി, അവർ രണ്ടുപേരും അവിടെ എത്തി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ റെയിൻ കോട്ട് ഇട്ടിട്ടാണ് എല്ലാം പാക്ക് ചെയ്ത് പടപടയിൽ എത്തി. കാരണം 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യണമായിരുന്നു നമ്മുടെ പടപടയിൽ നിന്ന്. നമ്മളൊരു 8 o'clock വരെ നമ്മൾ സാമട്ടെന്നിരുന്നു. 7 o'clock കഴിഞ്ഞിട്ട് 8 o'clock വരെ ഞങ്ങളിങ്ങനെ പതുക്കെ കാപ്പിയൊക്കെ കുടിച്ച് മഴ 9 മണിക്കല്ലേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മഴ 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാർട്ടായി. പിന്നെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ സമയത്ത് തന്നെ ഇറങ്ങി. അവിടുന്ന് 5 മിനിറ്റ് മുന്നേ തന്നെ ഇറങ്ങിയെന്ന് പറയാം. എല്ലാം തിരിച്ച് എങ്ങനെയൊക്കെയോ പാക്ക് ചെയ്ത് വെച്ചു. അത് ദേവൻ്റെ ഒരു മിടുക്കാണ്, എങ്ങനെയൊക്കെയോ പാക്ക് ചെയ്ത് തിരിച്ച് കയറ്റി. കാരണം നമുക്കതൊരു ഐഡിയ വേണം, അത് തിരിച്ച് അങ്ങനെ കയറ്റണമെന്ന്. എനിക്കൊന്നും അങ്ങനത്തെ ഐഡിയ ഇല്ല, അത് ഞാൻ ദേവനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നില്ല. ഇപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലേക്ക് ടെക്കാപ്പു ആണ്. സ്റ്റേ ചെയ്യുന്ന അവിടുന്ന് ഒരു ½ an hour ബിഫോർ അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ആണ്, അപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് ഫുള്ള് മഴയാണ് കാണിക്കുന്നത്. എങ്ങനെ അവിടെ ചെന്ന് മഴയില്ലാത്തൊരു സമയത്ത് എങ്ങനെ ടെൻ്റ് അടിക്കുന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. കാരണം ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചതിനകത്ത് ഫുള്ള് നനഞ്ഞാണ് ഇരിക്കുന്നത്, ഞങ്ങൾക്കത് വൃത്തിയാക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താവും എവിടെയാവുമെന്ന്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്, ഇന്നലെ ഞങ്ങൾ വെയിൽ വാഷിങ്ങിന് ഒരു ഫെറിയിൽ ഒരു ബോട്ടിൽ കയറിപ്പോയില്ലേ, അപ്പം അവർക്ക് തന്നെ ഒരു എയർക്രാഫ്റ്റിന്റെ ഫെസിലിറ്റി ഉണ്ട് വെയിൽ വാഷിന്. കാരണം ടോപ്പ് വ്യൂ കിട്ടും, നല്ല ഭംഗിയാണ്. അവർ വീഡിയോസ് കാണിച്ചായിരുന്നു. വലിയ റേറ്റ് ഡിഫറൻസ് ഇല്ല കേട്ടോ. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ കാണിച്ചൊരു അബദ്ധമാണത്. അതായത് ഒരു പെർ പേഴ്സൺ ഒരു $30 to $40 മറ്റോ ആണ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയർക്രാഫ്റ്റ് എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് ടോപ്പ് ലെവലിലെ ഏരിയൽ വ്യൂ ആണ് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ആ വെയിലിന്റെ ഫുൾ ലെങ്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, കാരണം അവരങ്ങനെ താത്തിയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ എയർക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് കിടപ്പുണ്ട്. എനിക്കൊന്ന് മഴ ആയതുകൊണ്ട് അവർ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എയർക്രാഫ്റ്റിന്റെ സംഭവം. അവിടെ കിടപ്പുണ്ട്. 2 എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ 2 എണ്ണമാണ് പറന്നുകൊണ്ടിരുന്നത് കണ്ടത്. അപ്പം ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റേ ബോട്ട് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവമാണ്. ഞാൻ ബാക്കിയുള്ളിടത്തെ എന്താ പറയുക ബോട്ടും എയർക്രാഫ്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയർക്രാഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറൻസ്. പിന്നെ ടോപ്പ് 10 പോലത്തെ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. അതാണ് ഡിഫറൻസ്. അപ്പം ഞങ്ങളത് മിസ് ചെയ്തു. നിങ്ങളതൊന്ന് നോക്കിയിട്ട് അത് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞങ്ങൾ പോണ വഴിക്ക് ഈ പാറക്കെട്ടിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ പാറക്കല്ലുകൾക്കൊക്കെ ഒരനക്കം. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ ദാ ഇരിക്കും നമ്മുടെ ഐറ്റം. കുഞ്ചുവിൻ്റെ സൂക്ഷ്മദർശിനിയായ കണ്ണുകൾ മൂലം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി ഇത് സീലുകളാണെന്ന്. എനിക്കറിയായിരുന്നു ഈ ഏരിയയിൽ സീലുണ്ടെന്ന്, പക്ഷെ എനിക്കതിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ അവനത് കണ്ടുപിടിച്ചെടുത്തു കേട്ടോ. ഞങ്ങളെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഓപ്പണായിട്ട് നടക്കുന്ന ഇത്രയധികം സീലുകളെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുങ്ങളിങ്ങനെ ആ വാലും വെച്ച് ഇങ്ങനെ നടക്കുന്നതും, വാലോ കയ്യോ എന്താണോ അത് വെച്ച് ഇങ്ങനെ നടക്കുന്നു. ഇത്രയധികം ഇങ്ങനെ കൂന കൂടിയതുപോലെ ഉണ്ടായിരുന്നു. അതിന് മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പാറക്കെട്ടിൻ്റെ ഇടയ്ക്കും ഓരോന്ന് കിടക്കുന്നത് പോലെ നമുക്ക് കാണാനുണ്ടായിരുന്നു. നമ്മളെ തുറിച്ച് നോക്കുക. ചിലരൊക്കെ എന്ന് വെച്ചാൽ അജാതി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതിയിലായിരുന്നു കേട്ടോ നിന്നിരുന്നത്. അതായത് കണ്ടോ, ഒരനക്കം പോലും ഇല്ല. എത്ര അടുത്ത് ചെന്നിട്ടും എന്താ രസം എന്നറിയാം കാണാൻ. നമുക്കിങ്ങനെ ഓരോ അതിൻ്റെ ഡീറ്റെയിലിങ്ങും അറിയാൻ പാകത്തിനാണ്. നല്ല മഴച്ചാറ്റലുണ്ടായിരുന്നു കേട്ടോ. ഇയാളാണെങ്കിൽ എങ്ങനെയെങ്കിലും റോഡിൽ കയറാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വണ്ടിയുടെ സൗണ്ട് പോകുമ്പോൾ ഇങ്ങനെ മേളിലോട്ട് നോക്കും, എങ്ങനെ മേൽപ്പെട്ടൊക്കെ ചാടാം എന്നുള്ള ചിന്തയിലായിരുന്നു ഈ കക്ഷി ഭൂരിഭാഗ സമയവും. കയറാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നേടം വരെ ആൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ സെക്കൻഡ് സ്റ്റേഡ് അവിടെ എത്തി. ഫെയറി ലൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ മഴയാണ്. ഞങ്ങൾ ടെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. മഴയാണ്, എത്രത്തോളം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആദ്യം ടെൻറ്റ് എടുത്ത് വിരിച്ചിട്ടു, പോൾസ് 2 സൈഡിലൂടെ കയറ്റിയിട്ടു. ഇനി ഞങ്ങളിത് ഇൻഫ്ലൈറ്റ് ചെയ്യാൻ പോവാണ്. പമ്പ് വെച്ചിട്ടാണ് ഇൻഫ്ലൈറ്റ് ചെയ്യുന്നത്. ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇത് ഒന്ന് പമ്പ് ചെയ്ത് നമുക്കത് വീൽസ് പൊക്കാം.
ഞങ്ങൾ ടെൻറ്റ് ഇൻഫ്ലേറ്റ് ചെയ്തു. ഇതങ്ങനെ അപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹുക്സ് ഉണ്ട്, അപ്പോൾ അത് എല്ലായിടത്തും ടൈറ്റ് ചെയ്യുകയാണ്. നല്ലോണം ടൈറ്റ് ചെയ്തിട്ടിരിക്കുക. ഞങ്ങളിത് ഹുക്ക് അടിക്കുന്ന ഹാമറൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പിന്നെ ഫസ്റ്റ് സ്ഥലത്തുനിന്നൊരു ബീച്ചിൽ നിന്നൊരു കല്ല്, നല്ല കല്ലൊരു കാണുന്നുണ്ട്, ഞങ്ങളത് കീപ്പ് ചെയ്തു. ഒത്തിരി സ്ഥലത്ത് ഇത് ഹുക്ക് അടിക്കാനുണ്ട് കേട്ടോ, നമുക്ക് വലിച്ചു വെക്കാനായിട്ടുണ്ട്. പ്രത്യേകിച്ചും വിൻഡോയിലൊക്കെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സെറ്റപ്സ് ഉണ്ട്. ഇത് വിൻഡോയാണ് ഈ കാണുന്നത്. അപ്പം ഇതിങ്ങനെ വലിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവിടെ വിൻഡോയിൽ ഒരു വിൻഷെയ്ഡ് പോലെ ഇങ്ങനെ നിൽക്കും. സോ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വീണ്ടും കാണാം.